ജയസഖിൽ അങ്ങനെയൊരു വെതർ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങൾ ഉള്ളപ്പോൾ ഇവിടെ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അപ്പുറം വലിയ മുന്നൊരുക്കങ്ങൾ വേണ്ടതാണെന്ന് ഇത്തരത്തിലുള്ള മുറവിളി പല കോണുകളിൽ നിന്നുണ്ട്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് വി ഡി സതീശൻ പറഞ്ഞത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ കാര്യമായൊരു ഡെഫിനിഷൻ ഉണ്ടാകണം, ഒരു പൊളിച്ചെഴുത്ത് ഉണ്ടാകണം. ഒരുപക്ഷെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതി. അത് ഉണ്ടാകാത്തതിന്റെ കുഴപ്പം കൂടിയാണ്. ഇപ്പോൾ വയനാട് കള്ളാടിയിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ കണ്ടു. ഇപ്പോൾ തൊട്ട് പിന്നാലെ ഇതാണ് ഈ ഒരു മഴക്കാലത്തെ അവസ്ഥയെങ്കിൽ ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ മഴയുടെ അളവ് കുറയുമ്പോൾ പോലും ഈ ഒരു ആശങ്കയുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ വലിയ പ്രതിസന്ധികളെ മുന്നിൽ കണ്ട് ജീവിക്കേണ്ട ഒരു കൂട്ടം ജനതയായി മാറുന്നുണ്ടെങ്കിൽ ഈ മുന്നൊരുക്കമൊക്കെ മതിയൊന്ന് പ്രതിപക്ഷം ചോദിച്ചാൽ അത് രാഷ്ട്രീയമാണെന്ന് മാത്രം പറഞ്ഞ് അതിനെ മാറ്റി നിർത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും ലക്ഷ്മി പറഞ്ഞ ആശങ്ക ഒട്ടനവധി ആളുകൾക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെയുള്ള പ്രയാസങ്ങൾ വരുത്തി വെക്കേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ലാത്ത തരത്തിൽ പ്രളയത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ കേൾക്കുകയാണ്. മഴക്കെടുതി എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യകാലങ്ങളിൽ കേട്ടിരുന്ന വാചകങ്ങൾ പിന്നീട് അത് മഹാപ്രളയമായി, ഉരുൾപൊട്ടലുകളായി, മറിച്ച് ഒരു പ്രദേശം തന്നെ മണ്ണിനടിയിലേക്ക് പോകുന്നു, വീടുകൾ നശിക്കുന്നു, സ്കൂളുകൾ നശിക്കുന്നു, ആളുകളുടെ മരണത്തിൻ്റെ എണ്ണ കൂടുതൽ, ചെളിക്കെട്ടുകളായി മാറുന്നു, കുണ്ടും കുഴികളായി മാറുന്നു, പാറകൾ ഉരുണ്ട് വന്ന് ആളുകൾ മരിക്കുന്നു. ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെയൊക്കെ ഒരു തീവ്രത വളരെ വലിയ രീതിയിലേക്ക് മാറ്റം സംഭവിക്കുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിനകത്തൊരു മാറ്റം സംഭവിക്കുന്ന രീതിയിലേക്ക് ഒരു അപകടം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ട്. അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പഠനത്തിലുണ്ടായിട്ടുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നമ്മൾ അങ്ങനെ അത്തരത്തിലേക്കുള്ള പഴിക്ക് പോകാതെ തന്നെ ഇതിന് പുതിയ തലത്തിലേക്ക് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ, ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ റെഡ് അലർട്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ പിന്നീട് അത് മാറ്റി പറയേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഇത് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പുതിയ തരത്തിലേക്കുള്ള അതിൻ്റെ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് പോകേണ്ടത്. നമ്മൾ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ അതിന് പുതിയ തലം കൊണ്ടുവരണമെന്നാണ്. പുതിയ തരത്തിലേക്കുള്ള കുറച്ചും കൂടെ വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ന്യൂ മെത്തേഡ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് നേരത്തെ അറിയാനും കുറേയൊക്കെ നമ്മളിപ്പോൾ എത്ര മുൻകൂട്ടി എത്ര നേരത്തെ അറിയാൻ കഴിയുമോ അത്ര നേരത്തെ ഈ അപകടത്തിൻ്റെ വ്യാപ്തി നമുക്കൊന്ന് കുറഞ്ഞിരിക്കും. കാരണം ഇപ്പോൾ ഒഴിപ്പിക്കപ്പെടേണ്ട ആ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കപ്പെടുന്ന രീതി, അപ്പോൾ രക്ഷപ്പെടുത്തേണ്ട ആളുകളെ നേരത്തെ തന്നെ മാറ്റി നിർത്തേണ്ട ആളുകൾ ക്യാമ്പുകൾ തുറക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം ക്യാമ്പുകൾ തുറക്കുന്ന ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെയൊക്കെ മറ്റു തലങ്ങളിലേക്ക് നമുക്കിപ്പോൾ പുതിയ ടെക്നോളജി ഇൻബിൽറ്റ് ചെയ്തുകൊണ്ട് അത് പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ രീതിയിലേക്ക് നമുക്ക് അതിനെ വ്യാപിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ അത് ഏത് തരത്തിൽ ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്നുള്ളതിനെ പറ്റി കൃത്യമായ ബോധ്യമുള്ളൊരു സർക്കാരാണ് ഇന്ന് ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ നമ്മളിവിടെ പറയേണ്ടത് ഇതിനെയൊക്കെ ജനങ്ങളെ ഒരുമാതിരി പാനിക്കാക്കുന്ന തരത്തിലേക്ക് പോകുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തന രീതി ശൈലി ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മാധ്യമങ്ങളിലൂടെ ഒരു വയസ്സായ ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി പറയുകയാണ് ഇതിനേക്കാളും പിണറായി വിജയനായിരുന്നു നല്ലതെന്നൊക്കെ പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിജിലി എന്ന് പറയുന്ന ഒരു DYFI നേതാവ് അമ്മച്ചിയോട് പറഞ്ഞു കൊടുത്തതാണെന്ന് ആ അമ്മച്ചി തന്നെ ക്യാമറയുടെ മുന്നിലേക്ക് പറഞ്ഞ് അത് അവിടുത്തെ DYFI നേതാക്കന്മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പരിഹാസ്യരാകുന്ന രീതിയിലേക്ക് അവസാനം മാറുന്ന ഒരു അവസ്ഥ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത്. നമ്മൾ പറയുന്നത് ഇത്തരം ആളുകളെ പാനിക്കാക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശ്നബാധിത സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ റാന്നിയിൽ പഴകുളം മധു MLA ഉൾപ്പെടെയുള്ള ആളുകൾ, ആറന്മുളയിൽ അബിൻ വർക്കി ഉൾപ്പെടെ ആളുകൾ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ പറഞ്ഞ ആളുകളെല്ലാം പ്രളയബാധിതരായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അവരുടെ ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ്. MLA നിൽക്കുകയാണ്, കോൺഗ്രസിൻ്റെ MLA നിൽക്കുകയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ഉണ്ടെങ്കിൽ അവരും അതിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. DYFI ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, KSU ഉണ്ട്, SFI ഉണ്ട്, ABVP ഉണ്ട്, എല്ലാ രാഷ്ട്രീയങ്ങളും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്നുള്ളത്. കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയം വന്നപ്പോൾ നമ്മൾ ഈ ജൻസി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, എല്ലാ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ T സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഈ പറയുന്ന ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ട. ഇവിടെ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തേണ്ട ഒരു രീതിയും സമയവുമല്ല. കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് പോലും പ്രതിപക്ഷമായിരുന്ന അന്നത്തെ കോൺഗ്രസ് എടുത്തിരുന്ന നിലപാടെന്താണ്? പക്ഷേ ആ
പരിപൂർണമായി യൂത്ത് കോൺഗ്രസ്, യൂത്ത് കെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അന്നത്തെ ഗവൺമെൻറ്റിന് അനുകൂലമായി, അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ DYFI പ്രവർത്തകരോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ തന്നെ അവരുടെ ഇവരുടെ പ്രതിപക്ഷത്താണെങ്കിൽ പോലും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ്. ആ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും ചെന്ന് ഒരു മാധ്യമങ്ങൾക്ക് അനാവശ്യ വൈറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അത് മോശമാണെന്ന്, പ്രവർത്തനങ്ങൾ മോശമാണോ എന്നൊന്നും പറയാൻ നിൽക്കാതെ, പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിലുണ്ടായ വീഴ്ചകൾ, ഈ പറയുന്ന അപകടം നേരിട്ട ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന റെമ്യൂണറേഷനിൽ ഉണ്ടായിട്ടുള്ള കുറവ്, വാഗ്ദാനം നൽകിയ പല കാര്യങ്ങളും നടക്കാതെ വന്നപ്പോൾ അത് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്. ഇപ്പോൾ ഇതൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് പോലും ഒരു പ്രദേശം വൃത്തിയാക്കുക, റാന്നി ടൗണ് പോലും വൃത്തിയാക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ആ പ്രവർത്തനം പോലും തടസ്സപ്പെടുത്താൻ അവർ നേതൃത്വം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്, നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്നത് പോലെ ഉള്ള ഒരു ജനങ്ങളെ പേടിപ്പിക്കുന്ന തരത്തിൽ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഈ വെറും രാഷ്ട്രീയമായ രീതിയിൽ കാണേണ്ട ഒരു സാഹചര്യമല്ല ഇത്തരം അപകടകരമായ സമയങ്ങളിലെങ്കിലും എന്നുള്ള കാര്യം ഒരു മിനിമം ബോധം പ്രതിപക്ഷത്തിനുണ്ടാകണമെന്നുള്ളതാണ്. നമ്മൾ എല്ലാ തരത്തിലും എല്ലാ രീതിയിലും ഈ ഗവൺമെൻറ് പരിപൂർണമായ സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടതാണ്. എല്ലാ തരത്തിലും എല്ലാ തയ്യാറെടുപ്പുകളും ഇനി ഒരു മഴക്കെടുതിയിലേക്ക് ഈ സംസ്ഥാനം പോവുകയാണെങ്കിൽ അതിനെ ഏതെല്ലാം രീതിയിൽ തടുക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ടുള്ള ഈവൻ ആർമിയുടെ ഉൾപ്പെടെയുള്ള സഹായത്തിനോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ട്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ വിസിബിലിറ്റീസും, എല്ലാ ആക്സസും തയ്യാറാക്കി വെച്ചിട്ട് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ബൈയിലാണ് ഇന്ന് നമ്മുടെ കേരള ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല.